പൈസീസ് മെയ് മാസത്തിൽ ഞാനൊരു റീകണക്ഷൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോയ്സും എടുക്കേണ്ടി വരും. ഇതെന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി പറയണേ? നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പോൾ പൈസീസ് ഇത് സൺ, മൂൺ, റൈസിങ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പൈസീസ് ഇവിടെ ഞാൻ കാണുന്നത് 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുകയാണ്. 4 ഓഫ് കപ്സ് ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയാണ്. നിങ്ങൾക്ക് ഒന്നിലും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഈ മാസം. ആൾക്കാരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു എനർജി ഇല്ലാത്ത മാതിരി, ഒരു മൂഡ് ഇല്ലാത്ത മാതിരി, സ്റ്റാർ എനർജി. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചില ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ മാസം എന്തോ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ആൻഡ് ഇത് കുറേ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 6 ഓഫ് വോൺസ് ആണ്. അവർ കുറേ പോപ്പുലർ ആണ്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, സോഷ്യലാണ്. ഞാൻ കാണുന്നത് അവർ വെയിറ്റ് ചെയ്യാണ്, എന്തോ ഒരു എനർജീൻ്റെ വെയിറ്റ് ചെയ്യണ എനർജി. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമായിരിക്കും, പറഞ്ഞ ശരിയായ സമയത്ത് കോൺടാക്ട് ചെയ്യുന്നതായി അങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഞാൻ കാണുന്നത് അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരണു. ഇവിടെ എന്തോ ഒരു ടോക്സിക് എനർജി കാണാണ്ട്. നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷൻ കുറേ ടോക്സിക് ആണ്, അൺഹെൽത്തി ആണ്. ഇവിടെ ലവ് ഉണ്ട് രണ്ടാളുടെയും ഇടയിൽ. പക്ഷെ എന്താണ് ഇവിടെ ഈ ടോക്സിക് എനർജി? സ്റ്റാഗ്നന്റ് എനർജി ആവാം. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒന്നും ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ടാണോ, അതല്ല വെച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അറിയില്ല. പക്ഷെ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പേജ് ഓഫ് കപ്സ് വന്നിരിക്കണു. അപ്പോൾ ഞാനൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ പാസ്റ്റിൽ. വീൽ ഓഫ് ഫോർച്യൂൺ. ഇതൊരു ചിലവർക്ക് റീകണക്ഷൻ ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പേയും കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്തോ ആ സിറ്റുവേഷൻ മാറിയ മാതിരി. ഒരു പേഴ്സൺ മുമ്പേ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല, ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഇത് പാസ്റ്റിന്റെ എനർജിയാണ്. അപ്പം ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്, ഒരു ക്രഷ്, ഒരു റൊമാൻറ്റിക് ഫീലിങ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ കുറെ ക്ലാരിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത് നിങ്ങൾ ഈ പേഴ്സണെ ഒരു സ്റ്റേബിൾ പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെസ്സിൻ്റെ ആണ്. അവർ കുറെ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, കുറെ ആങ്സൈറ്റി ഉണ്ട്, വെയിറ്റ് ചെയ്യാണ്. എന്തോ ഇവരുടെ സൈഡിൽ നിന്ന് ബ്ലോക്ക് ഉണ്ട്. എന്താ ഈ ബ്ലോക്ക് എന്ന് ഇവിടെ ഒരു മൂന്നാമത്തെ ആളുണ്ട്, അതാണ് ബ്ലോക്ക്. എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, പക്ഷെ എന്തോ അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് മുമ്പോട്ട് വരാനുള്ള ഒരു പേടി. അതല്ല വെച്ചാൽ അവർക്കൊന്നും തരാൻ പറ്റില്ല എന്നൊരു പേടിയായിരിക്കാം, കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ മുമ്പോട്ട് പോവാനാണ്, വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ. പക്ഷേ ഇവിടെ ഒരു പേടി നിങ്ങൾക്കും ഉണ്ട്, ഇത് മുമ്പോട്ട് പോവോ ഇല്ലേ അറിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു തുടക്കം നോക്കി, പക്ഷെ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അത് നിങ്ങൾക്കറിയില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ റീകണക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അവർക്ക് എന്തോ എൻഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ കുറേ ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ മൂന്നാമത്തെ ആൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഇത് ശരിയാവുമെന്ന്. എംപ്രസ് എനർജി. ഈ പേഴ്സൺ മേ ബി ഒരു മാരിഡ് പേഴ്സൺ ആവാം. അതുകൊണ്ട് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത് നിങ്ങളുടെ ഭാഗത്തിൽ. ഈ പേഴ്സന്റെ ആക്ഷൻ 2 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോണു, ഒരു ഷോക്കിംഗ് ചേഞ്ച്. 10 ഓഫ് സ്വോർഡ്സ്.
ഇവിടെ ഒരു ബിട്രയൽഡ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു അവരുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. 8 ഓഫ് കപ്സ്. അപ്പോൾ ചിലവർക്ക് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ടാണ് മറ്റേ പേഴ്സണെ ചൂസ് ചെയ്യണത്. ചിലവർക്ക് അവർ ആ പേഴ്സണെ വിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണത്. എന്തായാലും ഇവിടെ ഒരു എൻഡിങ് ഉണ്ട് ചിലവർക്ക്, ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഔട്ട്കം മൾട്ടിപ്പിൾ ഔട്ട്കംസ് ആണ് വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ എടുത്താൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. എന്താ വെച്ചാൽ ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ്ങും കാണാണ്ട് ഒരു എൻഡിങ്ങും കാണാണ്ട്. ഇപ്പോൾ ആർക്ക് എന്താണ് വരാൻ പോണേന്ന് അത് പേഴ്സണൽ റീഡിംഗിലേ അറിയുള്ളൂ. ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ. അപ്പോൾ ഇത് ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. അപ്പോൾ ഇതൊരു എൻഡിങ്ങിൻ്റെ എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആരോ ഒരു തീരുമാനം എടുക്കണോ നിങ്ങളെ വിടാൻ. എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരോ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ലവ് ഉണ്ടായിട്ടും അവർ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ് എടുക്കുന്നത്, കോ ഡിപ്പെൻഡൻസി. ആൻഡ് ഇവിടെ സോൾമേറ്റ്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഫീൽ ചെയ്യണത്, ഇത്രയും ഒരു സ്ട്രോങ്ലി വിഷമം ഉണ്ടാവണത്, ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് വന്നിരിക്കണേ. ഇവിടെ ഞാൻ കാണുന്നത് ജെമിനായി ഉണ്ട്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ്സ് പെയ്ഡ് സെഷൻസ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.